ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സാന്ത്വനത്തിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് അതിന്റെ ഒരു ചെറിയൊരു റിവ്യൂ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ ഇന്നും നാളെയൊക്കെ നമ്മുടെ സാന്ത്വനം മിക്കവാറും ഓണം പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇനി തിങ്കളാഴ്ച ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓണം ഒക്കെ ആണല്ലോ. അപ്പം ആദ്യമേ തന്നെ എൻ്റെ മുത്തുമണീസിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരു ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന സാന്ത്വനത്തിന്റെ ഒരു പുതിയ വിശേഷത്തിലോട്ട് സ്വാഗതം. അതായത് നമ്മുടെ ദേവമംഗലക്കാര് പുറത്തിറങ്ങാനായിട്ട് നമ്മുടെ ധർമ്മൻ ഒരു വശത്ത് ശ്രമിക്കുന്നുണ്ട്, അതുപോലെ മീനാക്ഷി ഒരു വശത്ത് ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും പക്ഷെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഒരു കുടുംബത്തെ ഒന്നടങ്കം ഒരു കേസ് ഒരു കംപ്ലൈന്റ് കിട്ടിയതിന്റെ പുറമെ ഒരു കുടുംബത്തെ ഒന്നടങ്കം കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ നിർത്തുക എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമല്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ വേണം. ആ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഇനി ആ കുടുംബം ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ചോദ്യം ചെയ്യലിനോട് വലിയ ഒരു യോജിപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും CM മേഡം തീരുമാനിച്ചനുസരിച്ചിട്ട് ഒരുവിധ എല്ലാവരെയും കസ്റ്റഡിയിലെടുത്തു. ഇനി നമ്മുടെ മീനാക്ഷി മാത്രമാണ് ഉള്ളത്. അപ്പൊ ആ ഒരു ലിസ്റ്റും കൂടെ കുറയ്ക്കണ്ട. അങ്ങനെ മീനാക്ഷി ജോലി കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ കോൺസ്റ്റബിളെ വിട്ടിട്ട് മീനാക്ഷിനെയും കൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരണം. അപ്പം എന്താ കാര്യം എന്താണ് എന്നൊക്കെ മീനാക്ഷി തിരക്കുന്നുണ്ട്. അപ്പൊ അപ്രതീക്ഷിതമായിട്ട് 2 പോലീസുകാർ വന്ന് സ്റ്റേഷനിലോട്ട് വരണമെന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പേടിച്ചു പോകുമല്ലോ. അങ്ങനെ മീനാക്ഷി പറഞ്ഞു, അതെ എന്റെ വീട്ടിൽ അറിയിക്കണം, വീട്ടിലൊന്നും ആരും ഇല്ല, ദേവമംഗലത്തുള്ള നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നൊക്കെ പറയുന്നത്. എന്താ കാര്യം? അത് ശ്രീദേവി എന്ന പേരുള്ള ഒരു പെൺകുട്ടി കൊടുത്ത കംപ്ലൈന്റിന്റെ പുറത്താണ്. അതായത് ആ പെൺകുട്ടിയെ ഇത്രയും നാളും വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് ഗാർഹികമായി പീഡിപ്പിച്ചു എന്നതാണ് കംപ്ലൈന്റ്. അപ്പോ അതിനെ നിങ്ങളെ എല്ലാവരെയും ചോദ്യം ചെയ്യാനായിട്ടാണ് ഇപ്പൊ അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കണെന്ന് പറഞ്ഞു. അയ്യോ അതൊക്കെ തെറ്റാണ് മാഡം, അത് തെറ്റാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതുപോലെ ശ്രീദേവി ഏട്ടത്തി ഒരിക്കലും ദേവി ഏട്ടത്തി അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കില്ല. അതൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും നിങ്ങളെ സ്റ്റേഷനിൽ കൊണ്ട് ചെല്ലാനാണ് ഞങ്ങൾക്ക് തന്നിക്കുന്ന ഓർഡർ, അത് ഞങ്ങൾ പാലിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാണ് മീനാക്ഷി വന്നു കഴിയുമ്പോഴത്തേക്കും ഗോമതിയും ബാലനും ആകാശും മിത്രയും അനുവും അങ്ങനെ ആനന്ദും എല്ലാരും ആര്യനും ഉൾപ്പെടെ എല്ലാരും നിരന്ന് നിൽക്കുകയാണ്. മീനാക്ഷി അവരെയൊക്കെ കണ്ടത്, എന്താ അച്ഛ എന്താ ബാലച്ചി, ഇത് എന്താ ഇവിടെ സംഭവിക്കുന്നത്? അമ്മ എന്താ അമ്മേ കാരണം? ദേവിയേട്ടത്തി കംപ്ലൈന്റ് കൊടുത്തുന്നോ? ഒരിക്കലും ഇല്ല, ഇതിലെന്തോ ചതിയുണ്ടമ്മേ എന്നൊക്കെ പറയണ കേട്ടോ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഒരു ചതിയില്ല മോളെ, അവൾ ഒപ്പിട്ട് കൊടുത്തതിന് അനുസരിച്ച് കംപ്ലൈന്റ് കൊടുത്തതിന്റെ പേര് തന്നെയാണ് അവരിവിടെ കയറ്റി ഇങ്ങനെ നിർത്തിയിരിക്കണത്. ഇനി ചോദ്യം ചെയ്യാനായിട്ടാണെന്നൊക്കെയാണ് പറയണത്. മീനാക്ഷി പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു? ഒരിക്കലും ദേവിയേട്ടത്തി ഇങ്ങനെ ഒരു കരുനീക്കം ചെയ്യില്ല. കാരണം ഇത് എന്തോ കളി ഇവിടെ ഉദയഭാനും ശ്രീകലയും നടത്തിയിട്ടുണ്ട്, അത് ഉറപ്പാ, അതൊന്നും അല്ല. അപ്പം മിത്ര പറഞ്ഞു, ആനന്ദേട്ടൻ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചല്ലോ, അതിന്റെ പുറമെയാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ മീനാക്ഷി ആനന്ദിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ആനന്ദേട്ട ഡൈവേഴ്സ് നോട്ടീസ് അയച്ചുവെങ്കിലും ദേവിയേട്ടത്തി ഒരിക്കലും ഇങ്ങനെ ഒരു കംപ്ലൈന്റ് നമ്മുടെ ദേവമംഗലക്കാരെ ചേർത്ത് ഒരിക്കലും കൊടുക്കില്ല. കാരണം വേറൊന്നുമല്ല, ഈ ഒരു കംപ്ലൈന്റ് കൊടുത്ത് അങ്ങനെ ഇത് മിക്കവാറും ദേവിയേട്ടത്തെ അറിയാണ്ട് ഉദയഭാനും ശ്രീകലയും കൂടെ ചെയ്ത പണി തന്നെയാണ്. അപ്പോഴേക്കും ആനന്ദ് പറയണു, നീ ഇപ്പോഴും അവളെ വിശ്വസിക്കുകയാണോ? ഇത്രയും നാള് കൊണ്ട് ഞാൻ അവളെ മനസ്സിലാക്കിയതാണ് മീനാക്ഷി, നീ എന്തിനാ വീണ്ടും വീണ്ടും അവളെ ഇങ്ങനെ വിശ്വസിക്കാനായിട്ട് നിൽക്കണത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആനന്ദ് പറയാണ്. അപ്പം നമ്മുടെ മീനാക്ഷി പറയണ്ട, എവിടെ എനിക്ക് ഇവിടുത്തെ CM മേഡത്തിനൊന്ന് കാണണം, എന്താണ് സത്യത്തിൽ നടന്നത്, എനിക്കത് അറിയണം, അതിലേക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് CA കാണാനായിട്ട് പറയണം. അപ്പൊ അവിടെ നിൽക്കുന്ന കോൺസ്റ്റബിൾ പറഞ്ഞു, അങ്ങനെ വർണ്ണവർക്കും പോണവർക്കും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് CA അവിടെ റെഡി ആയിട്ട് നിൽക്കില്ല. അതെ, CA മേഡം ഇങ്ങോട്ട് വരും, ഇവിടെ നിന്നാൽ മതി. പറ്റില്ല, എനിക്കിത് അറിയണം, എന്താ ഇതിൽ നടന്ന സംഭവം, ഇതെങ്ങനെയാണ്, ദേവിയേട്ടത്തെ നേരിട്ട് വന്നാണോ തന്നത്, എങ്ങനെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം പോലീസ് പറഞ്ഞത്, നിന്റെ അടുത്താ പറഞ്ഞത് മര്യാദയ്ക്ക് അവിടെ നിന്നോളാൻ. ഇതെന്താ വെള്ളരിക്ക പൊട്ടണമാണോ? മീനാക്ഷി അവരെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് നേരെ CM മേഡത്തിന്റെ റൂമിലോട്ട് ചെല്ലണ്. അപ്പം ആ മേഡം എന്തോ തിരിഞ്ഞിന്ന് ചെയ്യുന്നത്. അപ്പൊ എക്സ്ക്യൂസ് മീ മാഡം. യെസ്, എന്താണ്?
അപ്പൊ പറഞ്ഞു മാഡം കുറച്ച് ഈ അപ്പുറത്തായിട്ട് ദേവമംഗലം കുടുംബത്തെ മൊത്തത്തിൽ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുത്തെ മരുമകളാണ് ഞാൻ, മീനാക്ഷി എന്നാണ് പേര്. എന്നെ ജോലി സ്ഥലത്ത് നിന്നാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് മാഡം? ഇതിന്റെ അതായത് സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഒരു കുടുംബത്തെ ഒന്നടങ്കം മാഡം ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്യണത്. അതെ, നിങ്ങൾ ഇങ്ങോട്ട് പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഒരു ഗാർഹിക പീഡനം എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി തരുന്ന കംപ്ലൈന്റ് ആണ്. അതിൻ്റെതായ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തെ ഒന്നടങ്കം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, ഒരു മിനിറ്റ് മാഡം, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിൽ ഈ ദേവിയേട്ടത്തി ഒപ്പിട്ട് തന്ന കംപ്ലൈന്റ് ആണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ദേവിയേട്ടത്തി നേരിട്ട് വിളിച്ച് അവരുടെ മൊഴി അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിച്ചോ മാഡം? ഇതിൽ സത്യം പറഞ്ഞുണ്ടല്ലോ, ഞങ്ങളെ ഈ ഒരു കുടുംബം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലയും വിലയൊക്കെ ഉണ്ട്. അച്ഛനാണെങ്കിലും ഒരു കട നടത്തുന്ന ആളാണ്. അച്ഛന് മറ്റുള്ളവരുടെ മുഖത്തിഞ്ഞ് നോക്കണം. അതുപോലെ പഠിക്കുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് സമൂഹത്തിൽ നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ഒരു കംപ്ലൈന്റ് ഉള്ളത് കൊണ്ടാണല്ലോ കൊണ്ടുവരുന്നത്. പക്ഷെ നിങ്ങൾ അതിന്റെ നിജാവസ്ഥ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതൊരു പക്ഷേ ശരിയായിരുന്നു. അല്ലെങ്കിൽ ദേവി എന്ന് പറഞ്ഞ ശ്രീദേവി എന്ന് പറഞ്ഞ അവര് നേരിട്ട് വന്ന് ഇന്ന ആൾക്കാർ ഇന്നതുപോലെ ഈ കുടുംബത്തിലുള്ളവർ എന്നോട് ചെയ്തു എന്ന് അവരുടെ സ്വന്തം മൊഴി നിങ്ങൾ കേട്ടിട്ടാണ് ഇത് ചെയ്തെങ്കിൽ, ഇത് മറ്റാരുടെ പ്രേരണയിൽ ആരോ എഴുതിയ കംപ്ലൈന്റ് ആണ് എന്നൊക്കെ നമ്മുടെ മീനാക്ഷി ആ പോലീസ് മേഡത്തിന്റെ അടുത്ത് പറയണ. പക്ഷെ എന്താണെന്നറിയില്ല, CM മേഡത്തിന് മീനാക്ഷി പറഞ്ഞ ആ കാര്യങ്ങൾ തള്ളിക്കളയാനായിട്ട് കഴിഞ്ഞില്ല. കാരണം എവിടെയോ കയറി സ്പാർക്ക് ചെയ്ത് കണക്ക് ഒന്ന് ചിന്തിക്കുന്നുണ്ട്. അവർ പറയുന്നതിലും കാര്യമുണ്ട്. ഒന്നും കൂടെ എല്ലാം അന്വേഷിച്ചിട്ട് അവരെ വിളിച്ചാൽ മതിയാണ്. ഇതിപ്പോ ഒന്നടങ്കം എല്ലാം കൂടെ തൂത്തുപറക്കി അവരെങ്ങനെ എടുത്തു കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ CM മേഡത്തിന് വരുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ, ഞാന് ഉദയഭാനുവിനെയും അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പരാതിക്കാരിയായ സ്ത്രീകളെ ദേവിയുടെ അമ്മയും അച്ഛനെയും ദേവിയൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉദയഭാനുവും സ്ത്രീകളെയും വരെയാണ്. അപ്പൊ ദേവി കൂടെ ഇല്ല. അപ്പൊ ദേവി എന്തേ വരാത്തെന്ന് CM മേഡം ചോദിക്കുമ്പോ പറയാം, അയ്യോ മേഡം, എന്റെ മോക്ക് ഒരടി എണീറ്റ് നിൽക്കാൻ പോലും കഴിവില്ല. അമ്മാതിരി എന്റെ മോളെ ശരീരം ചതഞ്ഞു കിടക്കാം മേഡം. ഒന്ന് ബാത്റൂമിൽ പോണെങ്കിൽ പോലും ഇനി ഞാൻ ചെന്ന് വേണം അവളെ താങ്ങി കൊണ്ടുപോവാൻ. ആ അവസ്ഥയായി മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണിപ്പറക്കാൻ കേട്ടോ. ആ ഒരു ആക്ടിങ് കണ്ടാൽ തന്നെ ഏവർക്കും മനസ്സിലാവും ഇത് ഇച്ചിരി ഓവർ അല്ലേ എന്നുള്ള ഒരു ചിന്താഗതി വരും കേട്ടോ. അപ്പം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാനിപ്പം വരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ CM മേഡം നേരെ ഈ ശ്രീദേവിയുടെ വീട് അവിടെ അതനുസരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ശ്രീദേവി ഉണ്ട്. ശ്രീദേവിനെ കണ്ടിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം? ഇല്ല മേഡം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ഇവിടെ ഉള്ളവരൊക്കെ എന്തേ? അപ്പൊ പറയാം, അതെ അവിടെയുള്ളവര്, അതായത് അച്ഛനും അമ്മയൊക്കെ ആരും കാണാൻ വേണ്ടി പോയിക്കണെന്ന് പറയാം. അപ്പൊ CA ചോദിക്കും, മേഡം ചോദിക്കും, അല്ല ശ്രീദേവി പോലീസ് സ്റ്റേഷനിലേക്ക് ദേവമംഗലക്കാർക്കെതിരെയായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ ദേവി പറയും, ഇല്ല ഇല്ല മേഡം, ഒരു കംപ്ലൈന്റോ എന്തിന്? അപ്പൊ പറയും, അതെ അവിടത്തെ അച്ഛൻ, അമ്മ, അതുപോലെ നിങ്ങളുടെ ഹസ്ബൻഡ്, അനുജന്മാര്, അനിയത്തിമാര് എല്ലാവരും ചേർന്ന് നിങ്ങളെ ഗാർഹിക പീഡനം ചെയ്തു എന്ന പേരിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അതും നിങ്ങൾ സൈൻ ചെയ്ത ഒരു കംപ്ലൈന്റ്. അപ്പൊ പറയും, എന്തൊക്കെയാ മേഡം ഈ പറയണ? ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ. എന്നെ ദേവമംഗലക്കാരോ അവരെയാണ് ഞങ്ങൾ ചതിച്ചത്. അവർ ഒരു തെറ്റും ഇന്ന് വരെ ഒരു നോട്ടം കൊണ്ട് പോലും എന്നോട് കാണിച്ചിട്ടില്ല. അത്രയ്ക്ക് പാവങ്ങളാണ് അവിടുത്തെ അച്ഛനും അമ്മയും. അപ്പം ദേവിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം തന്നെ CM മേഡത്തിന് ഇതിന്റെ നിജാവസ്ഥ മനസ്സിലായിട്ടുണ്ട്. കാര്യം ഇത് ഉദയഭാനും അതുപോലെ തന്നെ സ്ത്രീകളെയും കൂടെ കെട്ടിച്ചമച്ച് കൊണ്ടുവന്ന കംപ്ലൈന്റ് ആണ് എന്നുള്ളത്. അങ്ങനെ ദേവിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എല്ലാവരുടെ മുന്നിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട്, അതായത് ആ കംപ്ലൈന്റ് വായിച്ചിട്ട് അതൊന്നും താൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ താൻ അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെയാണ്, ഇത് തൻ്റെ അമ്മയും അച്ഛനും കൂടെ കെട്ടിച്ചമച്ചെടുത്ത കഥയാണ് എന്നുള്ളതൊക്കെ ശ്രീദേവി തന്നെ എല്ലാവരുടെ മുന്നിൽ സമ്മതിക്കുകയാണ്. അങ്ങനെ ആകെ ഒരിതായിപ്പോയി. മൊത്തത്തിൽ എല്ലാവർക്കും ഭയങ്കര ഒരിതാവാണ്. അങ്ങനെ എല്ലാവർക്കും, കാരണം ശ്രീദേവി വന്നിട്ടാണെങ്കിലും ആ സത്യാവസ്ഥ പറഞ്ഞല്ലോ, അതിലൊരു സമാധാനം തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേവമംഗലക്കാരൊക്കെ അതോടുകൂടി ജയിലിൽ, അതായത് ജയിലല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ CA മേഡം
മേഡം അവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. കാരണം അവർക്ക് അല്ലെങ്കിൽ തന്നെ ഒരു കുറ്റബോധം തോന്നി. വ്യക്തമായി അതായത് തെളിവുകളും ഇല്ല. ഇത് വ്യക്തമായിട്ട് അന്വേഷിക്കാണ്ട് ഒരു കുടുംബത്തിനെ മൊത്തം ഇങ്ങനെ കൊണ്ടുവന്ന് തെറ്റായി പോയിന്ന്. അങ്ങനെ ബാലനോടും ഗോമതിയോടും എല്ലാവരോടും മാപ്പൊക്കെ പറയുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ CA മേഡം പറയാണ്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, മേഡം ഇനിയെങ്കിലും ഇതുപോലെ ഒരു കേസൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ മേഡം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയണ. എൻ്റെ ഒരു ബുദ്ധിമോശമാണെന്ന് മീനാക്ഷിയുടെ അടുത്ത് ആ മേഡം പറയണ. അപ്പൊ മീനാക്ഷി പറയുന്നത്, കണ്ടില്ലേ ഞങ്ങളുടെ അനുമോള് ഇളയാള, അവള് പോലും പേടിച്ച് പകച്ച് നിൽക്കുകയാണ്. ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ പോലും ആ കുട്ടിയൊന്നും കയറിയിട്ടില്ല. അപ്പൊ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. എന്നോട് എല്ലാവരും ക്ഷമിക്കണമെന്ന് കുടുംബാടങ്കം നമ്മുടെ കുടുംബത്തിനോട് മൊത്തത്തിലായിട്ട് നമ്മുടെ CA മേഡം പറയാനായിട്ട്. അങ്ങനെ അവര് പുറത്തിറങ്ങിയാണ്. ബാലനും അവരെല്ലാരും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആൾക്കാരുടെ ഒരു തരം നോട്ടവും കുത്തുവാക്കുകളും ഒക്കെ അവിടെ തന്നെ തുടങ്ങുകയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി, ബാലന് ഇതൊക്കെ നേരിടാനും അല്ലെങ്കിൽ ഈ അവസ്ഥയൊക്കെ തരണം ചെയ്തു പോകാൻ ബാലനും ബാലന്റെ മക്കൾക്കും ഒക്കെ കഴിയും എന്നുള്ള വിശ്വാസം ബാലനുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് പുറത്തു വരണം. പുറത്തു വന്നതിന്റെ മാത്രമല്ല, പിന്നെ കൃഷ്ണമംഗലത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ധർമ്മൻ ഒഴികെ അച്യുതനൊന്നും അത്ര വലിയ ഇതൊന്നുമില്ല. ഗോമതിയെ പിടിച്ചുവെങ്കിലും അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്താലും ബാലനൊക്കെ ഒന്ന് ജയിലിൽ കയറില്ലോ. കാരണം അച്യുതന്റെ മകൻ അലോകിനെ ജയിലിൽ കയറ്റി കുറെ നാള് കിടത്തിയതാണല്ലോ. അപ്പം ഇങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും പോയി നിൽക്കേണ്ട അവസ്ഥ അവർക്ക് വന്നല്ലോ എന്ന് ഓർത്തിട്ട് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു കൃഷ്ണമംഗലത്തിലെ അച്യുതനും നമ്മുടെ രാജശ്രീക്കൊക്കെ ഒരു ചെറിയ സന്തോഷമൊക്കെ ഉള്ളിലുണ്ട്. അപ്പം അതൊക്കെ ഫേസ് ചെയ്യേണ്ടതായി തന്നെ വരെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ ചെറിയൊരു ഇൻട്രോ പ്രൊമോ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് നമ്മുടെ സാന്ത്വനത്തിന്റെ വരാനിരിക്കുന്ന ഒരു അപ്കമിങ് റിവ്യൂ എപ്പിസോഡിന്റെ പ്രൊമോ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.